ഗുഡ് ഈവനിങ് ഓൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിസ്കസ് അബൌട്ട് ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്ത് ചെയ്യും? നമ്മുടെ ലൂപ്പിൻ്റെ എക്സിക്യൂഷനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നോർമലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ലൂപ്പിലേക്ക് നമ്മൾ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ലൂപ്പിൻ്റെ നോർമൽ ഫ്ലോയ്ക്ക് ഒരു ചേഞ്ച് വരും. ഓക്കെ, അതിനാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലൂപ്പിൽ നമുക്ക് രണ്ട് ടൈപ്പാണ് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്നത്, ബ്രേക്കും കണ്ടിന്യൂവും. അതുപോലെ തന്നെ പാസ് ലൂപ്പിലും വരാം, നോൺ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സും. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്ത് വരാം? പാസ് വരാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നതെങ്കിൽ, അതിൻ്റെ മീനിങ് എന്താണ്? വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. ഓക്കെ, ആ ലൂപ്പിൽ നിന്ന് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂപ്പിൻ്റെ ഒരു സ്റ്റെപ്പിനെ നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ നേരെ പോകുന്നത് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പിലേക്കായിരിക്കും. ദാറ്റ് ഈസ് ഒരു കറണ്ടായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ സ്റ്റേജിനെ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂ വരുമ്പോഴേക്കും വർക്ക് ചെയ്യുന്നത്. സോ കണ്ടിന്യൂ വിൽ ഹെൽപ്പ് us ടു മൂവ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലേക്ക് അല്ലെങ്കിൽ ലൂപ്പിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂ ഹെൽപ്പ് ചെയ്യുന്നത്. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഡു നത്തിങ്, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്, പാസ് ഉണ്ട്. ഞാൻ 3 എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. മൂന്നിലും എങ്ങനെയാണ് ബ്രേക്കും കണ്ടിന്യൂവും പാസും വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് 1 to 5. 1 to 5 എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. ഐ ഇൻ റേഞ്ച് 1 to 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമ്മൾ റേഞ്ച് ചെയ്യുന്നത് 1 മുതൽ 4 വരെയുള്ള എലമെൻസിനെ ആയിരിക്കും ഈ ഒരു റേഞ്ച് മെത്തേഡ് വഴി. അതിൽ നമ്മൾ ആ വാല്യൂസ് ആർക്കാണ് കൊടുക്കുന്നത്? ഐക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഐയുടെ വാല്യൂ 3 ആണെങ്കിൽ എന്ത് കൊടുക്കുകയാണ്? ബ്രേക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സെഗ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രേക്കും കൊടുത്തിട്ടുണ്ട്, ഒരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ ഐയുടെ വാല്യൂ 1 ആവും. 1 വിത്തിൻ എന്താണ് 5, അതായത് 1 വിത്തിൻ 4 ആണോ നോക്കും. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐ ഇസ് ഈക്വൽ ടു 3 ആണെന്ന് ചെക്ക് ചെയ്യണം. ഐയുടെ വാല്യൂ 3 ആണ്, 1 ഇസ് നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ബ്രേക്കിലേക്ക് പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. സോ 1 എന്നുള്ള വാല്യൂ അവിടെ ഡിസ്പ്ലേ ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ലൂപ്പ് തീർന്നിട്ടില്ല, നമ്മൾ നേരെ ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ ചെയ്യുന്നത് എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച് നെക്സ്റ്റ് വാല്യൂ, ഐ ഇപ്പോൾ ഓൾറെഡി 1 ആയിട്ടുണ്ട്, ഐയുടെ നെക്സ്റ്റ് വാല്യൂ എന്താണ്? 2 എടുക്കും. ആ 2ഉം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇഫ് കണ്ടീഷനകത്തേക്ക് ചെല്ലും. അവിടെ 2ഉം 3ഉം ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യും. 2ഉം 3 ഈസ് നോട്ട് ഈക്വൽ ടു. സോ നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്കിലേക്ക് പോകത്തില്ല, നമ്മൾ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ആയി കൊടുക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? 2 അവിടെ പ്രിൻ്റ് ആവും. എഗെയിൻ ഐയുടെ വാല്യൂ നെക്സ്റ്റ് എന്താവും? അപ്ഡേറ്റ് ചെയ്ത് 3 ആവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 3 ഈക്വൽ ടു 3 ആണെന്ന് ചെക്ക് ചെയ്യും. 3 ഈസ് ഡെഫിനറ്റ്ലി ഈക്വൽ ടു 3. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് കാണും. ബ്രേക്ക് കാണുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? നമ്മൾ ലൂപ്പിനകത്തുനിന്ന് പുറത്തിറങ്ങും. ആക്ച്വലി ഇവിടെ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഈ ഇഫ് കണ്ടീഷനും ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റും ആയിരുന്നു ലൂപ്പിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിനി ആ ലൂപ്പിനകത്തേക്ക് കയറത്തില്ല. ലൂപ്പിന് താഴെ വേറൊന്നും എഴുതിയിട്ടുമില്ല. അപ്പോഴേക്കും നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് അവിടെ അവസാനിച്ചു, നമ്മുടെ പ്രോഗ്രാം അവിടെ വെച്ചിട്ട് എൻഡായി. ഓക്കെ, അതാണ് ബ്രേക്കിൻ്റെ ഡ്യൂട്ടി. ഇനി കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? സെയിം കോഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കണ്ടിന്യൂല് ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് നോക്കാൻ പോവാം. അപ്പോൾ ഒരു 1 to 5 വരെ റേഞ്ച് ചെയ്യുന്ന ലൂപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്ര നമ്പേഴ്സ് വരും? 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് വരും. അതിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കണ്ടിന്യൂ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐയുടെ വാല്യൂ 1 ആവും. 1 ഈക്വൽ ടു 3 ആണോ നോക്കും. അല്ല, അതുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? 1 ആണ്. എഗെയിൻ ഐ ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ 2 ആവും. 2 ഈസ് വിത്തിൻ 4 ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ കൊണ്ട് ലൂപ്പിനകത്തേക്ക് കയറും. 2ഉം 3ഉം ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യും. 2 ഈസ് നോട്ട് ഈക്വൽ ടു 3, അതുകൊണ്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും. ഇഫിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ആയി ചെയ്യും. ദാറ്റ് ഈസ് 2 വിൽ ബി ഡിസ്പ്ലേഡ്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എന്താണ്? നേരെ ഐയുടെ വാല്യൂ 3 ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 3 എന്നുള്ള വാല്യൂ ആയിട്ട് ലൂപ്പിനകത്തേക്ക് കയറും. അവിടെ ചെക്ക് ചെയ്യുന്നത് എന്താണ്? 3 ഈക്വൽ ടു 3 ആണോ നോക്കും. 3 ഈസ് ഡെഫിനറ്റ്ലി ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ കാണും. കണ്ടിന്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകത്തില്ല, നമ്മൾ ലൂപ്പിനകത്തോട്ട് വീണ്ടും റീ എൻട്രി ചെയ്യും. വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ ഓഫ് ദ ലൂപ്പ്. ആക്ച്വലി ഈ ലൂപ്പിനകത്ത് വർക്ക് ചെയ്യേണ്ട ആളാണ് പ്രിൻ്റ് ഐ എന്ന് പറയുന്നത്, പക്ഷേ ഐ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യുമ്പോഴേക്കും നമ്മൾ വീണ്ടും ലൂപ്പിനകത്തേക്ക് റീ എൻട്രി ചെയ്യും. അപ്പോൾ ലൂപ്പിനകത്തേക്ക് റീ എൻട്രി ചെയ്യുമ്പോൾ എന്താണ്? ഐയുടെ വാല്യൂ 1 ആയിരുന്നു, ഐയുടെ വാല്യൂ 2 ആയി, ഐയുടെ വാല്യൂ 3 ആയപ്പോഴാണ് കണ്ടിന്യൂ വന്നത്. ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തായി മാറും? ഐയുടെ വാല്യൂ 4 ആയി മാറും. സോ നമ്മൾ ചെക്ക് ചെയ്യുവാണ് 4 ഈക്വൽ ടു 3 ആണെന്ന് ചെക്ക് ചെയ്യും. 4 ഈസ് നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് പോകത്തില്ല? കണ്ടിന്യൂയിലേക്ക് പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയും നമ്മൾ ഐയുടെ വാല്യൂ എന്താക്കി മാറ്റും? 5 ആക്കി മാറ്റും. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട റേഞ്ച് എന്തായിരുന്നു? 1 മുതൽ 4 വരെ മതിയായിരുന്നു. സോ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റേഞ്ചിനേക്കാളും എക്സീഡ് ചെയ്യുന്ന വാല്യൂ ആണ്. സോ നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറത്തില്ല. ലൂപ്പിന് വെളിയിൽ വേറെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എൻഡ് അപ്പ് ചെയ്യും. സോ നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ വരുന്ന വാല്യൂസ് എന്തായിരിക്കും? 1ഉം 2ഉം 4ഉം. ഓക്കെ ആണോ?
ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പാസ് വെച്ചിട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. സോ പാസ്സിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ചുമ്മാ അതൊരു എക്സാമ്പിൾ എഴുതി കാണിച്ചു. ഫോർ ഐ ഇൻ റേഞ്ച് 1 to 5 എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ പാസ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഐയുടെ വാല്യൂ 1 മുതൽ 4 വരെ ആകുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ട, പാസ് ചെയ്താൽ മതി. പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡു നത്തിങ്. സോ നമുക്ക് ഔട്ട്പുട്ട് എന്തെങ്കിലും കിട്ടുമോ, നോ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് നമുക്കിവിടെ ഉണ്ടാവത്തില്ല. അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂവും പാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്നിപ്പറ്റ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, ഇവിടെ കൗണ്ട് എന്നുള്ളൊരു വേരിയബിളിലേക്കാണ് നമ്മുടെ 4 റേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, ഈ റേഞ്ചിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസ് അസൈൻ ചെയ്യുന്ന ആരിലേക്കായിരിക്കും, കൗണ്ടിലേക്കായിരിക്കും. ഇനി നമ്മുടെ റേഞ്ചിൻ്റെ പെക്യുലാരിറ്റി നോക്കിക്കേ, സ്റ്റാർട്ട് ചെയ്യുന്നത് -10-ലും എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, -20-ലും. സ്റ്റെപ്പ് കൗണ്ട് എത്രയാണ്, -2. എന്താണ് അത് മീൻ ചെയ്യുന്നത്, നമ്മൾ ആ വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്ന ഓരോ വാല്യൂസ് നമ്മൾ കൗണ്ടിലേക്കാണ് കൊടുക്കണ്ടേ. അപ്പോൾ കൗണ്ടിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആദ്യത്തെ വാല്യൂ, വാട്ട് ഇസ് ദാറ്റ്, -10 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, 10ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അതായത് -10ൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, എൻഡ് ഈക്വൽ ടു സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കണം, കോഡ്സ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, സ്പേസ് എന്നാണ്. എന്താണ്, സ്പേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എൻഡിലും നമ്മൾ എന്ത് ചെയ്യണം, സ്പേസ് ആഡ് ചെയ്യണം. എൻഡ് ഇസ് ഈക്വൽ ടു കോഡ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്, നമ്മളുടെ ഒരു പ്രിൻറ്റിൻ്റെ അകത്ത് നമ്മൾ എൻഡ് ഇസ് ഈക്വൽ ടു സ്പേസ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ആ ഒരു അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും സെയിം ലൈനിൽ ഒരു സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത എലമെൻറ്റിനെ എൻ്റർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ലൂപ്പ് വീണ്ടും ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ -2 വെച്ചിട്ട് -10നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായി മാറും, -12 മാറും. ആ -12നെയും കൊണ്ട് നമ്മൾ പ്രിൻറ്റിനകത്തോട്ട് വരും. പ്രിൻറ്റിനകത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, -10 ഓൾറെഡി പ്രിൻറ്റ് ചെയ്തു. നെക്സ്റ്റ് -12 പ്രിൻറ്റ് ചെയ്യും. 12 പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ്, നമ്മളൊരു സ്പേസ് എടുത്തിട്ടുണ്ട്. ആ സ്പേസിന് തൊട്ടിപ്പുറത്തായിട്ട് -12 റൈറ്റ് ചെയ്യണം അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു -2 വീണ്ടും അപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും മാറും, -12ൻ്റെ കൂട്ടത്തിൽ -2 ചേരുമ്പോഴേക്കും എന്തായാലും -14 മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു സ്പേസ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ. നോക്ക്, ഇവിടെ നമ്മൾ സ്പേസ് റിക്വയർ ചെയ്തിട്ടുണ്ട്. ആ സ്പേസാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസ്. അത് 14 ആവും, പിന്നെ 16 ആവും, എന്നിട്ട് എന്ത് ചെയ്യും, ഫൈനലി -18 വരെ ആവും. ഇത് റൈറ്റിലോട്ട് എഴുതാനുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എഴുതിയേക്കുന്നത്. -14 -16 ആ സെയിം ലൈനിൽ തന്നെ -18 വരെ ആവും അല്ലേ. -20 പോവുമോ, ഇല്ല. കാര്യം 20യേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പർ വരെ നമുക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളൂ. ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, റേഞ്ച് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 -12 -14 -16 to -18 വരെ നമുക്ക് പോവാം. ഓക്കെ, അടുത്ത റേഞ്ച് വാല്യൂ തന്നേക്കുന്നത് നോക്കിക്കേ, 10 -1 -2. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കണം, ഐയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യമേ പ്രിൻ്റ് ആവുന്ന വാല്യൂ എന്തായിരിക്കും, 10 ആയിരിക്കും. 10 -2 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും, 8 ആയി മാറും. എഗെയിൻ 8 -2 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും, 6 ആയി മാറും. എഗെയിൻ -2 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും, 4 ആയി മാറും. എഗെയിൻ -2 ചെയ്യുമ്പോഴേക്കും എന്തായി മാറും, 2 ആയി മാറും. ഓക്കെ, സോ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 വരെ പോകാം. പക്ഷേ ഇവിടുത്തെ അപ്പർ ലിമിറ്റ്, അതായത് എൻഡ് ചെയ്യേണ്ട ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, -1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരെ പോകാം, 2 - 2 നമുക്ക് എവിടെ പോകാം, 0 വരെ പോകാം അല്ലേ. 2 - 2 നമ്മുടെ ഇടം വരെ പോയി 0 വരെ പോയി. അപ്പോൾ നമുക്ക് 10 8 6 4 2 വരെ പോകും. നോക്കിക്കേ, 0 വരെ 2 - 2 നമുക്ക് എന്ത് കിട്ടും, 0 വരെ പോകും. അപ്പോൾ 0യേക്കാളും ലെസ് ദാൻ അല്ലേ -1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടം വരെ പോകാം, 0 വരെ പോകാം. സോ 10 മുതൽ എവിടം വരെ പോകും, ഈ ലൂപ്പ് 0 വരെ പോകും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച ലൂപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്പ്രഷനെ നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, വെറും ഒരു സ്റ്റാറും ഡബിൾ സ്റ്റാറും. വെറും ഒരു സ്റ്റാറും ഡബിൾ സ്റ്റാറും വ്യത്യാസമല്ലേ. ഇത് മൾട്ടിപ്ലിക്കേഷൻ്റെത്, ഇത് എക്സ്പോണൻഷ്യലിൻ്റെ സിമ്പൽ അല്ലേ, അല്ലെങ്കിൽ മീൻസ് പവർ വാല്യൂ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സിമ്പൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്കും ഇതിനകത്ത് ഹയസ്റ്റ് പ്രിസിഡൻസ് ആർക്കാണ്, ഏറ്റവും ആദ്യത്തെ പ്രിസിഡൻസ് എക്സ്പോണൻഷ്യൽ സിമ്പൽ, രണ്ടാമത്തെ പ്രിസിഡൻസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയൊക്കെ എക്സ്പോണൻഷ്യൽ ഉണ്ടോ അത് വേണം ആദ്യം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ എക്സ്പോണൻഷ്യൽ സിമ്പലിൻ്റെ അസോസിയേറ്റിവിറ്റി റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്, റൈറ്റ് മോസ്റ്റ് ഓപ്പറേറ്ററിനെ വേണം സെർവ് ചെയ്യാൻ. സോ റൈറ്റ് മോസ്റ്റ് നമുക്കറിയാം, ഈ ഒരു സ്റ്റാറിൻ്റെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂ ബേസ് വാല്യൂം, സ്റ്റാറിൻ്റെ റൈറ്റിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും, പവർ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആദ്യം ചെയ്യേണ്ട ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2e⁻² ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും. എന്നിട്ട് ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 3 to the power ആ നമ്പർ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ സേ 2⁻² എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 4 കിട്ടി. ആ 4നെ നമുക്ക് എന്ത് കൊടുക്കാം, 3*4 എന്ന് പറഞ്ഞ് കൊടുക്കാം. ആയില്ലേ, 3*4 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ബേസിൽ നിന്നുകൊണ്ട് 4 ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു 81 കിട്ടും അല്ലേ. 9 to 9 81 അല്ലേ. ഓക്കെ, അപ്പോൾ 81 കിട്ടും. എന്നിട്ട് പിന്നെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനി ഒരു ഓപ്പറേറ്ററും കൂടെ സെർവ് ചെയ്യാനുള്ളൂ. അതാരാണ്, അടുത്ത ഓപ്പറേറ്ററിൻ്റെ പേരെന്താണ്,
മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനകത്ത് നമ്മൾ സെർവ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 81നെയും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 2നെയും 2 × 81. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 162 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അഥവാ ഫംഗ്ഷൻ ബേസ്ഡ് ഡെവലപ്മെൻറ്റോ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്, മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പലർക്കും വേണ്ടി ഡിവൈഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഒരു വലിയ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും, സബ് സെഷൻസ് ആയിട്ട് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് എവിടെ, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ആ ബ്ലോക്കിന് എവിടെയെങ്കിലും ആവശ്യം വരുന്നെങ്കിൽ നമുക്കതിനെടുത്ത് യൂസ് ചെയ്യാം. നമ്മൾ വീണ്ടും ഇരുന്ന് പൈത്തൺ കോഡ് ജനറേറ്റ് ചെയ്യണം എന്നില്ല പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ നീറ്റ് ആൻഡ് സ്പെസിഫിക് ആയിട്ട് എഴുതുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ എല്ലാവരും ഇങ്ങനെ നിരത്തി പിടിച്ച് എഴുതുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻസ് മിനിമം ആയതുകൊണ്ട് റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന് കൂടുതലായിരിക്കും. ഏതിനാണ്, ഫംഗ്ഷൻസിന്. പിന്നെ മെയിൻ്റെനബിലിറ്റി, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനെ ബാക്കിയുള്ള സെഗ്മെൻറ്റ്സിനൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ആ ചേഞ്ചസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ചേഞ്ചസ് ക്യാൻ ബി മേഡ് ടു വൺ പാർട്ട് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ അതേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരെന്താണ്, മെയിൻ്റനബിലിറ്റി. ഓക്കെ, പിന്നെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, എറേഴ്സ് അല്ലെങ്കിൽ ബഗ്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ എറേഴ്സ് ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. എറേഴ്സ് ബിക്കം ആ പ്രോസസ്സാണ്. അപ്പം ഈ എറേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് വളരെ എളുപ്പമാക്കാൻ വേണ്ടി എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ടീം വർക്ക് ആയിട്ടായിരിക്കും നമ്മളത്. ഇപ്പം ഓരോ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്കൊരു CS-ന് 3 ബാച്ചസ് ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പം ഓരോന്നും ഓരോ മൊഡ്യൂൾസാണ്. അപ്പോൾ ഓരോന്നിനും നടക്കുന്ന ആക്ടിവിറ്റീസും ചില സമയങ്ങളിലൊക്കെ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് പക്കയായിട്ട് അവർക്കവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കും നമ്മുടെ സെഗ്മെൻറ്റിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ടീം വർക്ക് പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കുറേ ക്വസ്റ്റ്യൻസ് ആണ്. സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് യൂട്യൂബ് വീഡിയോയിലുണ്ട്. ലൂപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, പാസ് കണ്ടിന്യൂ ബ്രേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിത്ത് ആൻ എക്സാമ്പിൾ വേണം എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ. പിന്നെ ഡെഫിനിറ്റ് ഐട്രേഷനും കണ്ടീഷണൽ ഐട്രേഷനും. ഡെഫിനിറ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആണ്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസിൽ അത് വർക്കൗട്ട് ആയിരിക്കണം. ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസിൽ ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും വർക്ക് ചെയ്തിരിക്കണം. അതാണ് ഡെഫിനിറ്റ് ഐട്രേഷൻ എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് അതായത് കണ്ടീഷണൽ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സിനെയാണ് കണ്ടീഷണൽ ഐട്രേഷൻ. കണ്ടീഷണൽ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടീഷൻ ഫ്രീ ആകുന്നവരെ, ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, റെപ്പറ്റീഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് വിളിക്കുന്ന പേരെന്താണ്, കണ്ടീഷണൽ ഐട്രേഷൻ. അപ്പോൾ ഐട്രേഷൻ തന്നെ 2 രീതിയിലുണ്ട്. എന്തൊക്കെയുള്ളത്, ഡെഫിനിറ്റ് ഐട്രേഷനുണ്ട്, കണ്ടീഷണൽ ഐട്രേഷനുണ്ട്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്പർ ഓഫ് ടേംസിനെ നമ്മളൊരു ഫോർ ലൂപ്പ് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്നതിന് എക്സാമ്പിളാണ് ഡെഫിനിറ്റ് ഐട്രേഷൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഓക്കെ, വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോഴേക്കും അതൊരു ലൂപ്പിംഗ് സ്ട്രക്ചറാണ്. വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുക. നമുക്ക് x = 0. നമ്മൾ വൈൽ ലൂപ്പ് എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, വൈൽ എന്നുള്ള ആ ഒരു ഏത് ലൂപ്പ് ആയിക്കോട്ടെ അതിന് 3 സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന 1 to 5 വരെ അല്ലെങ്കിൽ 0 മുതൽ 5 വരെയുള്ള വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യിക്കുക ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ നമ്മൾ x ആണ് നമ്മുടെ കൗണ്ടിങ് വേരിയബിളെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു. എന്നിട്ട് നമ്മൾ എവിടം വരെയാണ് പോകേണ്ടത്, നമ്മൾ എവിടെ തൊട്ട് എവിടം വരെയാണ് പോകേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. വൈലായതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ <5 ആവുന്നവരെ പോയാൽ മതി. കാര്യം നമ്മൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 1 2 3 4. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര എലമെൻസിനെ കണ്ടു, 5 എലമെൻസിനെ നമ്മൾ ഓൺ ദ വേയിൽ കണ്ടു. ഓക്കെ, അത് തെറ്റിപ്പോരുത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, വൈൽ x <5 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. സോ പ്രിൻറ്റ് x കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് വേണം, ഈ എക്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സോ x = x + 1. അതറിയാമല്ലോ. ഇനി ഇത് ഇനീഷ്യൽ കണ്ടീഷൻ, ഇത് ടെസ്റ്റ് കണ്ടീഷൻ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റ് പോലെ x = x + 1 ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.